ഷൂട്ടുകളിൽ ചെല്ലുമ്പോൾ ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ടാക്കി വെക്കും. കുറച്ച് ലൊക്കേഷൻസ്, കുറച്ച് ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഇന്ന് പെൺകുട്ടി ഗൗണാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ആംബിയൻസ് കണക്കായിട്ട് ആ ഒരു കളറിനൊക്കെ സെറ്റ് ആകുന്ന ടൈപ്പിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് ലൊക്കേഷൻസ്, കുറച്ച് ഫ്രെയിം കാര്യങ്ങളൊക്കെ കണ്ടുവെക്കും. എന്നിട്ട് നാളെ പെൺകുട്ടി സാരി ആയിരിക്കും, പിന്നെ കപ്പിൾ ഷോട്ട്, അതിന് വേണ്ട കുറച്ച് ഫ്രെയിംസ്, അപ്പുറത്തൊരു പറമ്പുണ്ട്, ഇപ്പുറത്തൊരു തോട്ടമുണ്ട്, ഇപ്പുറത്ത് കുറച്ച് ഗാർഡൻ ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ. അപ്പോൾ നമുക്ക് വർക്കിന് എളുപ്പമാവും. അതേപോലെ കപ്പിളിനും ഒരു കണക്ക് വേണം. വരുന്നത് ഫോട്ടോഗ്രാഫേഴ്സാണ്, അമാനുഷികരല്ല. അവർക്ക് ഫോട്ടോ എടുക്കാൻ കുറച്ച് ടൈം വേണം. അപ്പൊ ഞാൻ എന്റെ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചിനോട് കുറച്ച് നേരത്തെ ചെയ്യാൻ പറയണം. എന്നിട്ട് അവർക്ക് ഒരു 1 hour കൊടുക്കണം. കൂടാതെ നമ്മളെ പ്രായത്തിൽ മൂത്തമുള്ള ഒരു കാരണവന്മാരോടൊക്കെ കുറച്ച് ഫോട്ടോ എടുക്കാൻ കുറച്ച് സമയം വേണം. അപ്പുറം പോകണം, ഇപ്പുറം പോകണം, കുറച്ച് ഫോട്ടോ എടുക്കാനായിട്ട് അതിന് സമയമൊക്കെ ആവുന്നൊക്കെ ആദ്യം പറഞ്ഞു വെക്കേണ്ടി വരും. പിന്നെ കൂടാതെ സ്റ്റേജിൽ കഴിഞ്ഞിട്ട് വെഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1 hour കപ്പിൾ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനും വേണ്ടി ഒരു സമയം എന്നൊക്കെ ആദ്യം ഞാൻ പറഞ്ഞു വെക്കണം. അപ്പോഴേ നമുക്കത് വൃത്തിയിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ടെൻഷൻ അടിച്ചിട്ട് അത് കൂടി ഒരു ഓട്ടപ്പാച്ചിട്ട് കല്യാണം പോകും. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് നല്ല പിക്സും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നല്ല ബഡ്ജറ്റ് ഓർത്ത് ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് എന്തായാലും ഫോട്ടോഗ്രാഫിക്ക് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അവർക്കത് സെറ്റ് ചെയ്തിട്ട് വരും. എന്നിട്ട് അത് വെച്ചിട്ട് ക്രിയേറ്റീവ് ഷോട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വർക്ക് നല്ല സുഖമായിട്ട് എടുക്കാനും പറ്റും. ടെൻഷൻ ഇല്ലാതെ ആ ഒരു ദിവസം കടന്നുകൂടാനും പറ്റും. പിന്നീട് നമുക്ക് ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട്. ഇപ്പോൾ ഒരു സേവ് ദ ഡേറ്റ് ഒക്കെ കഴിഞ്ഞാൽ കപ്പിൾ പറയും, നിങ്ങൾ തന്നെയല്ലേ വരിക വെഡിങ്ങിന്, നിങ്ങൾക്ക് വരാൻ പറ്റുമല്ലോ, വേറെ ആരും അയക്കരുത് എന്നൊക്കെ പറയും. കാരണം എന്താ, നമ്മൾ ആ ഒരു സമയത്ത് എന്നിട്ട് കപ്പിളായിട്ട് ഒരു ഹാപ്പി മൂഡിലെത്തി നമ്മൾ നല്ല പരസ്പരം നല്ല അറിഞ്ഞ്, അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നമ്മുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതാണ് നമ്മള് പെട്ടെന്ന് ഇപ്പൊ ഒരു വെഡിങ്ങിന് കയറി ചെല്ലുന്ന ഒരു ഫോട്ടോഗ്രാഫർ മുമ്പിൽ ഒരു ബ്രൈഡ് പെട്ടെന്ന് ആദ്യത്തെ ദിവസം നിൽക്കണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ മര്യാദയ്ക്ക് നിന്നാല് മര്യാദക്കുള്ള പോസ് കിട്ടുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പരിചയപ്പെടുക അല്ലെങ്കിൽ അതിന് മുമ്പേയുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കര പ്രധാനമാണ്. മെയിനായിട്ട് നമ്മൾ വെഡിങ്ങിലെ പിക്സ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ബാക്കിയുള്ളത് ശരി വലിയ മെയിനൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ടെമ്പിളിൽ നല്ല കിട്ടില്ല പിക്സ് കിട്ടും, ഹൽദിക്ക് നല്ല പടം കിട്ടും, പിന്നീടാണ് വെഡിങ് ഒക്കെ വരിക. അപ്പൊ ഇത്രയും 3-4 ഫംഗ്ഷൻ ശേഷം ഈ വെഡിങ് എത്തുന്നപ്പോഴേക്ക് ആള് നല്ല കംഫർട്ടായിട്ടുണ്ടാവും, കപ്പിള് നല്ല കംഫർട്ടായിട്ടുണ്ടാവും. അപ്പൊ ആണ് നല്ലൊരു പടങ്ങളൊക്കെ കിട്ടുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ടൈമിന്റെ സജ്ജീകരണം ഒരു ഫോട്ടോഗ്രാഫറോ വർക്ക് ഏൽപ്പിക്കുമ്പോൾ പ്രത്യേകമായിട്ട് പറയാം. ടൈം കൃത്യമായിട്ട് അവൈലബിൾ ആണെന്ന് ഉറപ്പാക്കുക. മേക്കപ്പിന് വേണ്ടിയിട്ട് പുലച്ചക്ക് 4 മണിക്ക് റെഡി ആയിട്ട് പോയിട്ട് ഇരിക്കുന്ന പോലെ തന്നെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഒരു 1 hour അറ്റ്ലീസ്റ്റ് കണ്ടെത്തിയാൽ ബെറ്റർ ആയിരിക്കും.